ആക്സസറിക്ക് വേണ്ടിയിട്ട് ഒറ്റ ടാഗ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഇതൊരു ഫാമിലിയാണ് ആണല്ലോ. അതായത് ഫയർ ഡാമ്പർ എന്ന് പറയുന്നൊരു ഫാമിലിയാണ്. അതിന് എഡിറ്റ് ടൈപ്പിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. കീനോട്ട്, മോഡൽ, മാനുഫാക്ചർ, ഏതെങ്കിലും ടൈപ്പ് മാർക്ക് എന്ന് പറയുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റൻസ് ആയിട്ടും കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു എഡിറ്റ് ടൈപ്പിനകത്ത് പോയി. ഞാനിപ്പം ഈ എഡിറ്റ് ടൈപ്പ് പാരാമീറ്ററും ഇൻസ്റ്റൻസ് പാരാമീറ്ററും ആയിട്ടുള്ള വ്യത്യാസം അറിയാലോ. അതായത് ഇപ്പൊ ഞാനിപ്പം ഇവിടെ ഒരു ഫയർ ഡാമ്പർ വെച്ചു, ഇവിടെ ഒരു ഫയർ ഡാമ്പർ വെച്ചു. ഞാൻ ഈ ഫയർ ഡാമ്പർ സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഏതെങ്കിലും പാരാമീറ്റർ കമന്റിൽ ഞാൻ ജസ്റ്റ് FD എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്തു. അപ്പൊ ആ ഒരു ഫാമിലിക്ക് മാത്രമേ ഇവിടെ FD ഉണ്ടാവുള്ളൂ. ഞാൻ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇൻസ്റ്റൻസ് പാരാമീറ്റർ. ഓരോന്നിനും ഇൻസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യാം, സെപ്പറേറ്റ് വാല്യൂസ് ആഡ് ചെയ്യാം. നേരെ മറിച്ച് ഞാനിപ്പം ഈ ഫാമിലി സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പ് ചെയ്തു എന്ന് വെച്ചോളൂ. അപ്പൊ അത് ഇതും ഫയർ ഡാമ്പർ ആണ്, ഇതും ഫയർ ഡാമ്പർ ആണ്, രണ്ടും സെയിം ഫാമിലി ആണ്, പക്ഷെ സൈസ് മാറ്റണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഫാമിലി എടുത്ത് ഞാൻ എഡിറ്റ് ടൈപ്പിനകത്ത് പോയി, അതിൽ ഞാനിവിടെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ടൈപ്പ് മാർക്ക് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്, ഡീഫോൾട്ട് പാരാമീറ്റർ ആണ്. ഞാൻ അവിടെ ജസ്റ്റ് FD എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ഇത് പിക്ക് ചെയ്താൽ നോക്കൂ, അതിലും ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ സെയിം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഫയർ ഡാമ്പർ എന്ന് പറയുന്ന ഫാമിലി, അതായത് എവിടെ എടുത്ത് നോക്കിയാലും അതിനകത്ത് എഡിറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ടൈപ്പ് മാർക്ക് FD ആയിരിക്കും. ക്ലിയർ ആണോ? ഇതെന്താണ് ആക്ച്വലി ഇതിന്റെ കാറ്റഗറി? ഇതൊരു ഡക്ട് ആക്സസറി ആണ്. ഇത് വോളിയം കൺട്രോൾ ഡാമ്പർ ആണ്. അതെന്താണ്? അതും ആക്സസറി ആണ്. അതിലും ഞാൻ ജസ്റ്റ് എഡിറ്റ് ടൈപ്പിനകത്ത് പോയിട്ട് അതിലും ഈ സെയിം ടൈപ്പ് അല്ലെങ്കിൽ ഈ സെയിം പാരാമീറ്ററിൽ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് അബ്രിവിയേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, VCD വോളിയം കൺട്രോൾ ഡാമ്പർ. ഓക്കെ, ഇനി ഇപ്പം നമുക്കിപ്പോൾ എക്സോസ്റ്റ് ഡക്ട് ഉണ്ട്, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനിന്റെ അടുത്ത് നമുക്കൊരു ബാക്ക് ഡ്രാഫ്റ്റ് ഡാമ്പർ ഉണ്ടെങ്കിൽ അത് ഞാൻ എഡിറ്റ് ടൈപ്പ് ചെയ്തിട്ട് ആ ഫാമിലിന്റെ ടൈപ്പ് മാർക്കിൽ തന്നെ ഞാൻ NRD എന്നോ BDD എന്നോ എന്താ വെച്ചാൽ കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പോ ഏത് ആക്സസ്, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഈ VCD ഞാൻ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ടൈപ്പ് മാർക്ക് VCD തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ടൈപ്പ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു ടാഗ് ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് വേറെ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഡക്ട് ആക്സസറിക്ക് വേണ്ടിയിട്ട് വേറെ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ഫാമിലി അനോട്ടേഷൻ സെയിം ടാഗ് തന്നെ, സെയിം ടെംപ്ലേറ്റ് തന്നെ, മെട്രിക് ജനറിക് ടാഗ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മാത്രം മാറ്റുക. ഡക്ട് ടാഗിന് പകരം ഇവിടെ എന്തായിരിക്കും, ഡക്ട് ആക്സസറി ടാഗ് ഉണ്ടോ, ഡക്ട് ആക്സസറി ടാഗ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഈ നോട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ക്രിയേറ്റിൽ പോവുക, ലേബൽ ജസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തായിരിക്കും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരിക? നമുക്ക് ഏത് വാല്യൂ ആണ് കാണേണ്ടത്? അവിടെ ഏത് പാരാമീറ്ററിന്റെ വാല്യൂ ആണ് കാണേണ്ടത്? ടൈപ്പ് മാർക്കിനാണ് നമ്മൾ അവിടെ വാല്യൂ കൊടുത്തത്. നമ്മൾ ഫയർ ഡാമ്പർ എഡിറ്റ് ചെയ്തു, ടൈപ്പ് മാർക്കിലാണ് നമ്മൾ FD എന്ന് കൊടുത്തത്. വോളിയം കൺട്രോൾ ഡാമ്പർ ഫാമിലി എഡിറ്റ് ചെയ്തു, ടൈപ്പ് മാർക്കിൽ നമ്മൾ VCD എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ടൈപ്പ് മാർക്ക് എന്ന് പറയുന്ന പാരാമീറ്റർ എടുക്കുന്നു. ടൈപ്പ് മാർക്ക്, ടൈപ്പ് നെയിം അല്ല, ടൈപ്പ് മാർക്ക്. ജസ്റ്റ് ഓക്കെ എടുത്തു. ഈ ഇതിനകത്ത് സാമ്പിൾ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് 1T എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു പേര്. നമ്മളിവിടെ ആ വാല്യൂന്റെ പേര് 1T എന്നോട് കാണിക്കുക, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ എന്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. 1Tക്ക് പകരം ഞാനിപ്പം DA എന്നോ ഡക്ട് ആക്സസറി എന്നോ കൊടുക്കണേ, അങ്ങനെ കൊടുക്കാം, അതൊന്നുമില്ല. ഓക്കെ, ഇനി സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വേണമെങ്കിൽ എല്ലാത്തിന്റെയും അറിയാലോ, നമ്മൾ ടെക്സ്റ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ, ടെക്സ്റ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരേ സൈസ് തന്നെ കൊടുക്കുക. ലൈക്ക് ഒരു 2mm ഏരിയൽ നാരോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് ഏരിയൽ നാരോ വെക്കുന്നു. ഏതാണോ വേണ്ടത് അത് കൊടുക്കുക. റീഡബിലിറ്റി നോക്കിയിട്ട് 2mm ട്രാൻസ്പെറന്റ്. കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. കളർ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചില്ല. അപ്പൊ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നു. സ്റ്റോപ്പ് എടുത്തു. ഞാനിത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യാം. ഇതിൽ ഞാൻ ജസ്റ്റ് ആക്സസറി ടാഗ് കൊടുക്കുന്നു. സെയിം പ്രൊസീജിയർ. ടാഗ് ഫാമിലി എടുക്കുക, TG അടിക്കുക, ടാഗ്സ് അത് ലോഡ് ചെയ്യണം. ലോഡ് ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ലോഡ് ആവും. കണ്ടോ, ഡക്ട് ആക്സസറി സ്റ്റോക്ക് കൊടുക്കുക. നമുക്ക് ഇതവിടെ പിക്ക് ചെയ്യുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് വരും. അതിൽ ലീഡർ വേണ്ടെങ്കിൽ ജസ്റ്റ് പിക്ക് ചെയ്ത് പോയാൽ മതി.
വെറുതെ പിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാല് അത് ഈ പുറത്ത് വണ്ടി അങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടിട്ട് അത് മാറ്റങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് പിടിച്ചങ്ങോട്ട്. സെലക്ഷൻ വരുന്നില്ല ചിലപ്പോൾ ഡക്ടർ പിക്ക് ആവും. അപ്പൊ ഒന്ന് ടാബ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, മാറിക്കോളും. ഇതെവിടെ കൊണ്ടുപോകും. ഇപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ടാഗ് ചെയ്യണം. അതായത് ഇപ്പൊ ഈ വ്യൂവിനകത്ത് സാറേ കുറെ ഡക്ട് നമ്മൾ സ്കെച്ച് ചെയ്തെന്ന് വിചാരിച്ചോളൂ. എനിക്കെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ടാഗ് ചെയ്യണം. എല്ലാ VCD അല്ലെങ്കിൽ എല്ലാ ഡാമ്പേഴ്സും ഒരുമിച്ച് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ടാഗിൽ തന്നെ നോട്ടേറ്റിനകത്ത് ടാഗ് ബൈ കാറ്റഗറിക്ക് ഇപ്പുറത്തെ ടാഗ് ഓൾ എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് ടാഗ് ഓൾ എടുക്കുക. ഏത് കാറ്റഗറി ആണോ ടാഗ് ചെയ്യേണ്ടത് ആ കാറ്റഗറി അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ഡക്ട് ആക്സസറി അല്ലോ ടാഗ് ചെയ്യേണ്ടത്. ഡക്ട് ആക്സസ് സെലക്ട് ചെയ്യുക. ലീഡർ വേണമെങ്കിൽ ലീഡർ വെക്കുക, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തേരെ. ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കി ഓട്ടോമാറ്റിക്കലി എല്ലാ ടാഗും അങ്ങോട്ട് ടാഗ് ആയിക്കോളും. ഓക്കെ, പിന്നെ പിടിച്ച് മാറ്റിയാൽ മതി. വേണ്ടതനുസരിച്ചിട്ട് പിടിച്ച് മാറ്റിയാൽ മതി അങ്ങോട്ട്. ഇനിയിപ്പം എനിക്കിപ്പോ ഇവിടെ കുറെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ലീഡർ രണ്ടാമത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ലീഡർ പിക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലീഡർ വന്നോളും. ഓക്കെ, എഡിറ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ആരോഹെഡ് ഏതാ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം. എല്ലാ ആരോഹെഡും കിടപ്പുണ്ട്, നമുക്ക് നോക്കാം വരുന്നതാണ്. ഇപ്പൊ ലൂപ്പ്, ഓപ്പൺ ഡോട്ട് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ലീഡർ അങ്ങനെ അൺചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പം ഈ ടെക്സ്റ്റ് ഒന്ന് തലതിരിച്ച് വെക്കണം എന്ന് വിചാരിച്ചോളൂ, വെർട്ടിക്കലി വെക്കണം എന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഹൊറിസോണ്ടൽ കണ്ടോ, വെർട്ടിക്കൽ രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് ഇത് ടാഗ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഇതിന്റെ മേലെ എനിക്ക് ലീഡർ വേണ്ട, എനിക്കിത് വെർട്ടിക്കൽ ആക്കണമെങ്കിൽ വെർട്ടിക്കൽ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതേപോലെ തന്നെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ടാഗും ക്രിയേറ്റ് ചെയ്യേണ്ടത്. എക്യുപ്മെന്റ് ഞാൻ വെച്ചിരിക്കുകയാണ്. എക്യുപ്മെന്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സപ്പോസ് എനിക്ക് ആ ടാഗിൽ കാണേണ്ടത് ഇതാണ്. എനിക്ക് ടാഗിൽ കാണേണ്ടത് FCU GSC 03 FHP 40 ഇതാണ് എനിക്ക് ആ ടാഗിൽ കാണേണ്ടതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോ ജസ്റ്റ് എഡിറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ടൈപ്പിന്റെ പേരാണ് ഇത്. ടൈപ്പ് നെയിം FCU GSC 03 FHP 40 ഇതാണ് ടൈപ്പ് നെയിം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് നെയിം ആയിരിക്കണം നമ്മുടെ ഇത് ലേബൽ. അത്രേ ഉള്ളൂ. ഇതെന്താണ് കാറ്റഗറി? ഇതൊരു മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഒരു ഫ്രഷ് ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ഫാമിലി മെട്രിക് ജനറിക് ടാഗ് ഡിലീറ്റ് ചെയ്യാണ്. കാറ്റഗറൈസ് ചെയ്യാതെ എന്ത് കാറ്റഗറൈസ് ചെയ്യാം? മെക്കാനിക്കൽ എക്യുപ്മെന്റ് ടാഗ്. മെക്കാനിക്കൽ എക്യുപ്മെന്റ് ടാഗ് സ്റ്റോക്ക് കൊടുക്കുക. ലേബൽ പിക്ക് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് എന്താണ് ടൈപ്പ് നെയിം. ടൈപ്പ് നെയിം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. ജസ്റ്റ് അത് പിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക, സെലക്ട് ചെയ്യുക. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സൈസ് എല്ലാം മാറ്റുക. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പൊ എവിടെയാണ് വെച്ച് കൊണ്ടുവെക്കുക. സേവ് എക്യുപ്മെന്റ് ടാഗ്. ഓക്കെ, സെയിം പ്രൊസീജിയർ. മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുക്കുക, സോറി ടാഗ് എടുക്കുക. ടാഗ്സ് ലോഡ് ഫാമിലി മെക്കാനിക്കൽ എക്യുപ്മെന്റ് ടാഗ് ലോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. ഇതാ. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതുകൊണ്ട് പ്ലേസ് ചെയ്യുന്നതാ. ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ടെക്സ്റ്റ് എന്താണോ അതോടെ കയറി. ക്ലിയർ അല്ലേ? ലീഡ് കൊടുക്കാം. എനിക്കിപ്പോ ഇതിനകത്തൊരു ബോർഡർ കൊടുക്കണം വിചാരിച്ചോളൂ. സപ്പോസ് എനിക്കൊരു ബോർഡർ അടക്കം കൊടുക്കണം. അതൊക്കെ ആ ഫാമിലിക്കകത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഷോ ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് കണ്ടോ. ആ ബോർഡറും കൂടി ചെക്ക് ചെയ്യുക. ബോർഡർ ഓഫ്സെറ്റ് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ ഒരു 0.3 ചെറിയൊരു വാല്യൂ കൊടുക്കുന്നു.
അപ്പൊ ചേർന്ന് ഇരുന്നോളൂ. എന്നിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോഡ് ടു പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഡ് വെക്കാം. ഓക്കെ, ഇത് ഇതാണ് നമുക്ക് ഇനിയും കുറെ കാര്യം നോക്കാണ്ട് ഇതിനകത്ത് ഫ്ലോ ആഡ് ചെയ്യേണ്ടത്. അത് പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, ഇത്രയൊന്നും നോക്കാവോ? ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ പൈപ്പിന്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതും പൈപ്പിന്റെ ആക്സസറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. പൈപ്പിന്റെ ആക്സസറി എന്ന് പറയുമ്പോൾ കാറ്റഗറി മാറും, പൈപ്പ് ആക്സസറി ആവും. ഓക്കെ, ഇതിനു പകരം പൈപ്പ് ടാഗ് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ.